ഗൈസ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ എങ്ങോട്ടാ പോണേ? ഞങ്ങള് മൂസിത്താത്തന്റെ പെരേക്കൂടലിന് പോവാണ് ഗൈസ്. രണ്ട് വീഡിയോ ഇടണം. ആ രണ്ട് വീഡിയോ നമ്മൾ വേറെ വേറെ ആയിട്ട് ഇടും. അപ്പൊ അതൊരു സർപ്രൈസ് ആണ്. അപ്പൊ ഒരു വീഡിയോ സർപ്രൈസാ, ഒരു വീഡിയോ നമ്മൾ സർപ്രൈസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ മൂസിത്താത്തന്റെ പെരേക്കൂടലിന് പോയിട്ട് തിരിച്ചു വരുന്ന വീഡിയോ പോണ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂട്യൂബ് ചാനലിൽ കിട്ടുന്നത്. നല്ല പെരയാണ് ഗൈസ്. ഓല അതൊക്കെ നല്ല പെരയാണ്, നല്ല വലുതൊക്കെയാണ്, കുറച്ച് വലുതുണ്ട് ഗൈസ്. അതിന്റെ സ്റ്റെപ്പൊക്കെ ഞാൻ കണ്ടത്. സ്റ്റെപ്പ് ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ സ്കൂളിൽ വരുമ്പോ വണ്ടിയിൽ ഇങ്ങനെ വരിക. അപ്പൊ ആ മൂസിത്താത്തന്റെ പെരന്റെ അവിടെ നിർത്തുക, ഈ ഉണ്ടാക്കണ പെരല്ല അവിടെ നിർത്തുക. അപ്പൊ ഞാൻ എന്റെ ഉള്ളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. സ്റ്റെപ്പൊക്കെ അടിപൊളി, സ്റ്റെപ്പൊക്കെ അടിപൊളി. ഞാൻ ടൈൽസ് ഒക്കെ അടിപൊളി, ടൈൽസ് ഒക്കെ അടിപൊളി. ഞാൻ ഈ ടൈൽസിനൊക്കെ ടൈൽസ് എന്നൊക്കെ പറഞ്ഞു ഗൈസ്. എനിക്ക് ചിലതൊന്നും കിട്ടൂല. മൂസിത്താത്ത ആരാന്ന് അറിയോ ഗൈസ്? അന്ന് വിമ്മച്ചിക്ക് സർപ്രൈസ് ഇട്ട് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടീരെ. ആ കേക്ക് വാങ്ങിയ സ്ഥലല്ലേ, ആ കേക്ക് വാങ്ങിയ താത്തയാണ് മൂസിത്താത്ത. മൂസിത്താത്ത നല്ല കേക്കൊക്കെ ഉണ്ടാക്കും. മൂസിത്താത്ത ആരാ നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇമ്മച്ചിന്റെ ബർത്ത്ഡേ ആയപ്പോ ഞാൻ എന്റെ താത്തിമ്മനും കൂടെ ഒക്കെ പ്ലാൻ വെച്ചില്ലേ കേക്കൊക്കെ വാങ്ങണം പറഞ്ഞിട്ട്. ആ മൂസിത്താത്തയാണ് ഇപ്പൊ ആ മൂസിത്താത്തന്റെ പേരേക്കാണ് ഞങ്ങളിപ്പോ പോണത്. ഈ കേക്ക് ഉണ്ടാക്കി തന്ന മൂസിത്താത്ത. ആ മൂസിത്താത്ത നല്ല കേക്ക് ഉണ്ടാക്കൂ. പാവമ്മച്ചിന്റെ ഫ്രണ്ടാണ്. ആ താഴെ കൊണ്ടുപോയിട്ടാണ് ഒരു പെര കെട്ടിയിരിക്കുന്നത്. ഇപ്പൊ പുതിയ പെരായി. ഇപ്പൊ ഇവിടെയാണ് ഒരു പെര. അങ്ങോട്ടാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്നത്. അവിടെ നല്ല പെര കൂടെ ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്. ഇവൻ ഫസ്റ്റ് ഡ്രസ്സിട്ട് അതും വെച്ച് തല്ലി ഊരിപ്പിച്ച്. എന്നിട്ട് ആ കേക്കാണ് കേട്ടോ, കേക്ക് ഉണ്ടാക്കിയ താത്തയാണ് മൂസിത്താത്ത. അപ്പൊ അങ്ങോട്ടാണ് ഞങ്ങൾ പോണത്. മൂസിത്താത്ത ഞാൻ രാവിലെ മദ്രസക്ക് പോകുമ്പോഴൊക്കെ മൂസിത്താത്തയാണ് എന്നെ കൊണ്ടുപോകും. ബൈക്കിന് ഒരു ബൈക്കുണ്ട്. നമ്മൾ ഓരോ വണ്ടി ഇങ്ങനെ കാത്തു വെക്കും. അപ്പൊ ഞാൻ എന്ന് മദ്രസ പോകുമ്പോ മൂസിത്താത്ത, ചിലപ്പോ മൂസിത്താത്ത ഉണ്ടാവും എന്നെ കൊണ്ടുപോകാൻ, ചിലപ്പോ സുഫാങ്ങാക്ക ഉണ്ടാവും എന്നെ കൊണ്ടുപോകാൻ. സുഫാങ്ങാക്ക എന്ന് പറഞ്ഞ ആരാ? മൂസിത്താത്തന്റെ എന്താണ് ഹസ്ബൻഡാണ്. പറയാൻ കിട്ടിയില്ല. ഉമ്മച്ചി നേരത്തെ പറഞ്ഞപ്പല്ലേ ഉമ്മച്ചി പറയാ മൂസിത്താത്തന്റെ ഉപ്പയാണ്. പിന്നെ ആ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളിന്ന് വണ്ടിപ്പ കയറ്റിട്ട് കൊണ്ടുപോകുന്നുണ്ട് മദ്രസക്ക്. ഉമ്മച്ചിന്റെ ഫ്രണ്ടാണത്. അപ്പൊ എന്നാലും ഞാൻ പറയുന്നത് ആ മൂസിത്താത്തനെ നമുക്ക് മറക്കാൻ പറ്റില്ല. കൈ മൂസിത്താത്തനെ ഇപ്പച്ചിനെ മറക്കാൻ പറ്റില്ല. ഇപ്പച്ചിനല്ല, ഓളിപ്പച്ചിന്ന് പറയാ. ഇപ്പച്ചിന്നാ ഞാൻ ഇപ്പൊ എന്തെങ്കിലും പറയാൻ വന്നേ. ഞാൻ ഇപ്പച്ചിനെ പറയാ. എനിക്ക് എന്നാ പോവാ നമുക്ക് നടക്കും. അതുകൊണ്ട് വെക്കൊന്നും ഭാഗ്യാണ് ഗൈസ്. വെക്ക് വണ്ടി കയറി പോകും. എനിക്ക് മൊത്തം നടന്നു പോകും. ഞാൻ നോഫിയാണ് ഒറ്റക്ക് നടന്നു പോവാ. പിന്നെ ഞങ്ങള് ചില സമയം രാത്രിയൊക്കെ വരുമ്പോ ഞങ്ങള് മുട്ടയൊക്കെ വാങ്ങും. ഇപ്പൊ മുട്ട വാങ്ങാൻ പൈസ കൊടുക്കുന്നില്ല. ഞങ്ങൾ 2 കുറ്റി മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞില്ലേ കേട്ടോ. കുറ്റി മേടിച്ചില്ല, വെറുതെ തമാശ പറയും. അപ്പൊ എനിക്ക് ഒരാളെ ഹസ്ബൻഡിന് എനിക്ക് ഹസ്ബൻഡ് എന്ന് വിളിക്കാൻ കിട്ടൂല. ഇപ്പച്ചിന്ന് വിളിക്കാൻ കിട്ടുള്ളൂ. ഹസ്ബൻഡ് എനിക്ക് വിളിക്കാൻ കിട്ടൂല. ഒരാളെ പോലെ ഹസ്ബൻഡിന് വിളിക്കാൻ കിട്ടൂല്ലേ. എല്ലാം ഇപ്പച്ചി ഇപ്പച്ചി ഇപ്പച്ചിക്ക് ഇപ്പച്ചിന്ന് വിളിക്കാൻ കിട്ടും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞോ, ഇനി മറക്കണ്ട. അപ്പൊ ഗൈസ് അവിടെ കൊറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഗൈസ് മൂസിത്താത്തന്റെ വീട്. നമുക്ക് അകത്ത് കയറി നോക്കാം. പന്തലാണ്ടിയിലും ഗൈസ് നല്ല അടിപൊളി പന്തലാണ്. ഇനി ഉള്ളു പോയാ കണ്ടാ നിങ്ങൾ നെട്ടും ഗൈസ്. ഇത് ഡൈനിങ് ഹാൾ ഏരിയ ആണ്. മേലക്കൊരു വഴിയുണ്ട്, എല്ലാരും വന്നിരിക്കുന്ന സ്ഥലം. വാഷ് ബേസിനുണ്ടോ, അടിപൊളിയാണ്. പിന്നെ താഴെ 2 റൂം, ഒരു ബെഡ്റൂമാണിത്. ഇതൊരു ബെഡ്റൂം. ഇന്നത്തെ കട്ടിലൊക്കെ അടിപൊളി കട്ടിൽ. നല്ല ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. കട്ടിലൊക്കെ ഓൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, അലമാരയും കട്ടിലൊക്കെ. ഈ റൂമിലൊരു ബാത്റൂമുണ്ട്. ഇതാണ് ബാത്റൂമൊക്കെ അടിപൊളി സെറ്റാണ്. ഓൻ തന്നെ സെറ്റാക്കാനൊക്കെ അറിയുന്നുണ്ട്. ഇത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം.
ഡൈനിങ് ഹാള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓലും കുറച്ചൊക്കെ ഈ വീടുണ്ടാക്കാൻ ടേബിളൊക്കെ അടിപൊളി ടേബിളാണ്. ഈ വീട് മൊത്തം അവരെ കഷ്ടപ്പാടാണ് ഗൈസ്. ഇങ്ങനെ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കിയവരുണ്ടാവില്ല. അത്രയും പണിയെടുത്തുണ്ടാക്കിയ വീടാണ് വരുത്. ഇതാണ് അടുക്കള. പിന്നെ ആലുവടുപ്പാണ് അവരുണ്ടാക്കിക്കുന്നത്. പിന്നെ മുകളിൽ അടിപൊളി സെറ്റിങ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ വീട് കേട്ടോ. നല്ല അടിപൊളി ഓരോ പ്ലാൻ തന്നെയാണ്. അടിപൊളിയായിട്ട് ഈ വീട് ഇത്രയും അടിപൊളിയായി ഉണ്ടാക്കിയത് ഓരോ കഷ്ടപ്പാട് തന്നെയാണ്. ഒരു 3-4 ആളെ കഷ്ടപ്പാട്. ഇവിടെ നല്ലൊരു ഹാളുണ്ട്, നമുക്ക് നിസ്കരിക്കാനൊക്കെ ഇഷ്ടം പോലെ സൗകര്യമുണ്ട്. ഇത് തുറക്കുമ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ്. ബാൽക്കണിയാണത്. ഇവിടെ ഒരു ടൈലൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കിയിരിക്കുന്നത്. അവിടെ അങ്ങനെ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് ഫോണിലൂടെ അങ്ങനെ കാണുന്നില്ല. പിന്നെ മുകളിൽ 2 ബെഡ്റൂം. ഇതൊരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം. അങ്ങനെ 2 ബെഡ്റൂമുണ്ട് മുകളിൽ. പിന്നെ ആ ബെഡ്റൂമിലൊരു ബാത്റൂമും ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് വേറൊരു ബാത്റൂമുണ്ട്. അങ്ങനെ 2 ബാത്റൂമുണ്ട് മുകളിൽ. പിന്നെ ഇപ്പുറത്ത് അവർ അലക്കിയ തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം, ഒരു നല്ലൊരു ഏരിയ. നമുക്ക് മഴക്കാലത്തൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അലക്കി ഉണങ്ങാൻ. അത്രയും സ്പേസ് ഉണ്ട്. അവിടെ 2 ആൾക്കാരുണ്ട്. അവർക്ക് വീഡിയോയിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചില്ല. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഗായ്സ്. അടിപൊളി ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകണ്ടായിരുന്നു, അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അമ്മച്ചിക്ക് നീ പറയണ്ടോ? എന്താ പറയുക, നമ്മളെല്ലാ വീഡിയോയും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അത്രേ പറയാനുള്ളൂ.